ഹായ് ഗൈസ്, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം 2 ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ ബസ് റോഡിലേക്ക് ഇറങ്ങുവാണ് ഗൈസ്. സ്കൂൾ ബസ് ആയതുകൊണ്ടാണ്. ഇതുവരെ നമുക്ക് പെർമിഷൻ ഇല്ലായിരുന്നു കമ്പനിയുടെ. പെർമിഷൻ ഇല്ലാതെ നമുക്കങ്ങനെ പോകാനും പറ്റത്തില്ല. അതായത് നമ്മുടെ കമ്പനിയുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം വേണ്ട നമുക്ക് ഇത് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ആർ സി ബുക്കിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്, കാലാവധി കഴിഞ്ഞു. അപ്പം അതായത് നമ്മുടെ വണ്ടി എക്സ്പയർ ആയി. അപ്പോൾ ഇനി നമ്മൾ കൊണ്ടുപോയി പുതുക്കണം. അപ്പോൾ പുതുക്കാൻ വേണ്ടിയിട്ട് പോവല്ല, ഇപ്പം നമ്മൾ നേരെ ഗ്യാരേജിൽ പോയിട്ട് അവിടെ പോയി നമ്മൾ സർവീസൊക്കെ ചെയ്ത് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി ഫുള്ള് ഫിറ്റ് ആക്കിയതിന് ശേഷം നാളെ നമ്മൾ നമ്മളെ മുതിയറിനെ കൊണ്ടുപോയി കാണിക്കും. മുതിയറിനെ കൊണ്ട് കാണിച്ച് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. അപ്പോൾ ഗൈസ് പോയിട്ട് വരാം. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്യാരേജ് എത്തി നമ്മളുടെ ബസ് ഓൾറെഡി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിന്നാ. പിന്നെ നമ്മളുടെ വണ്ടി വൃത്തിയാക്കുന്ന സമയത്ത് ആളില്ലായിരുന്നു നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ. എന്തായാലും നമ്മളുടെ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പം ഇതിപ്പം വാഷിങ് കഴിഞ്ഞു. ഇനി എൻ്റെ ബസ് ഞാനിപ്പം എടുത്ത്. യെസ് ഗൈസ്, ഇതാണ് എൻ്റെ ബസ്, ഇതാണ് എൻ്റെ മുത്ത്. ഞാൻ നമ്മളുടെ ഇതിൻ്റെ ബാക്കിലത്തെ റിവേഴ്സ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ട് കേൾക്കത്തില്ല, റിവേഴ്സ് സൗണ്ട്. അപ്പോൾ അത് കൂടെ ആക്കാനുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തേച്ച് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഒന്ന് റിന്യൂ ചെയ്യാൻ പോകണം. പോയിട്ട് തിരിച്ചു വന്ന് നമുക്കിവനെ എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ ഗൈസ് പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ ചെയ്യാം കേട്ടോ. ബൈ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഇനി നമ്മളുടെ ഗ്യാരേജിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇനി നേരെ നമ്മൾ ഗ്യാരേജിലോട്ട് പോയി അവിടെ പോയിട്ട് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നേരെ റൂമിൽ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ പോയ വഴിക്ക് കുറച്ച് ഒട്ടകത്തിനെ കണ്ട്, അത് നിങ്ങളെ കാണിക്കാം ഗൈസ്. നമ്മൾ പോയ വഴിക്ക് കണ്ടതാണ്. ഇതാണ് നമ്മളുടെ കുവൈറ്റിലെ ഒട്ടകങ്ങൾ. നൈസാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ക്ലോസിൽ കാണുന്നത്. അങ്ങനെ ഞാൻ വണ്ടി അവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ് ഞാൻ ഇതിനെ കാണാൻ വന്നത്. അത്യാവശ്യം നല്ല രസമാണ്. എന്തായാലും നിങ്ങൾ വീഡിയോസ് കാണും ഗൈസ്, നിങ്ങളിത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കടിക്കുമെന്ന് നല്ല ഓടിച്ചിട്ട് സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇതുവരെ എനിക്കിത് പരിചയമില്ല കേട്ടോ. ഇതിൻ്റെ ചവിട്ടി പോലും നിന്ന് നോക്കട്ടെ, എന്തായാലും ചെയ്യുമെന്ന് അറിയത്തില്ല. നമുക്ക് അങ്ങോട്ട് പോവാം, കാരണം ഓടാൻ സ്ഥലം വേണമല്ലോ. ഓടാനൊരു സ്ഥലം വേണം. അയ്യോ വരുന്നടാ, വരുന്നു. അവനാള് വിഷയാട്ടെ മൈരൻ. ഇതെന്താ ഈ ഉണക്കപ്പുല്ല് തിന്നുന്ന നിൽക്കുന്ന ഇവിടെ ഒന്നുമില്ല സത്യം പറഞ്ഞാട്ടോ ഇവർക്ക് തിന്നാൻ. ഇവിടെയൊക്കെ ഇച്ചിരി എന്തൊക്കെ സാധനങ്ങളേ ഉള്ളൂ. ഇത് എത്ര ഇവിടെയൊക്കെ മൊത്തത്തിലുണ്ട് കേട്ടോ. നമ്മളായിട്ട് എന്ന് കാണിച്ചു. നമുക്ക് വിളിച്ചാലോ ഗൈസ്. കുവൈറ്റിലെ ഒട്ടകത്തിനെ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടോ. ഇത് എൻ്റെ ഫസ്റ്റ് കാഴ്ചയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇവന്മാരെ കണ്ടിട്ട് ഇച്ചിരി ഡേഞ്ചറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവന്മാരെ ഇത് കടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് ഇച്ചിരി ഡേഞ്ചറാണ്. ഓടാനൊക്കെ സ്ഥലമുണ്ട്. എൻ്റെ ബസ് കൊണ്ട് നടക്കുന്നു. ഇവന്മാരെ കണ്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. ഓടാനൊക്കെ സ്ഥലമുണ്ട്. ഇച്ചിരി കൂടെ അടുത്തോട്ട് പോയപ്പോഴാണെങ്കിൽ ഇവന്മാർ കടിച്ചങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് 2 അടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെടുത്തിട്ടു. അതാണ് പ്രശ്നം. അപ്പം കണ്ടല്ലോ ഗൈസ്, ഇച്ചിരി ഡേഞ്ചറാണ്.
ഞാൻ അങ്ങോട്ട് പോവാ. വേണേൽ എന്നെ കടിച്ചെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലേ ബസ് ഓടിക്കണ്ട. അപ്പം ശരി ഗൈസ്, പോവാണ്. നമ്മുടെ ബസ് ഇവിടെ പാർക്ക് ചെയ്തേക്കുവാണ്. നമ്മുടെ ഫ്രണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി കുവൈറ്റിലെ ഒട്ടകത്തെ കണ്ടില്ലെന്നാരും പറയരുത്. അതാണ് കുവൈറ്റിലെ ക്യാമൽസ്. ഓക്കെ, നമുക്ക് ഒരുപാട് ടൈമില്ലായിരുന്നു ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട്. ഇനി പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് പിന്നുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ ഈ ഒട്ടകത്തിൻ്റെ ഈ കാല് കണ്ട, ആ കാല് കെട്ടിയിട്ടേക്കുന്നുണ്ടോ, അത് ഫീമെയിൽസിൻ്റെ മണ്ടയ്ക്ക് ചാടിക്കേറി പരിപാടി നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇതൊക്കെ കെട്ടിയിട്ടേക്കുന്നത്. ഒട്ടകത്തിനില്ലേ ഗൈസ് വികാരങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ അതിനെ തടയാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ എന്തായാലും ഗൈസ് ഇനി ഗ്യാരേജിൽ ചെന്നിട്ട് കാണാം. ഗ്യാരേജിൽ എത്തിയിട്ട് ബൈ. അങ്ങനെ നമ്മൾ ഗ്യാരേജിൽ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടി റിവേഴ്സ് പാർക്കൊക്കെ ചെയ്തു. ഇതെൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ഈ കിടക്കുന്ന ബസ്സൊക്കെ നേരത്തെ വന്നതല്ല, ഇതൊക്കെ നേരത്തെ ഓൾറെഡി ടെസ്റ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. റോഡ്സ് ഓഫ് കുവൈറ്റ് സൈനിങ് ഔട്ട്. ബൈ.